ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ പറവൂർ സൈഡത്തെ വർക്ക് ഇന്നത്തോടെ ഫിനിഷ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ എയർലൈനാണ് ഈ പൈപ്പ് ഇടുന്നത്, അതും PPR പൈപ്പാണ്. PPR പൈപ്പ് ഹീറ്റ് ചെയ്ത് ഒട്ടിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ഇരുമ്പിൻ്റെ മുകളിൽ കൂടെയാണ് ഈ പൈപ്പ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ വെൽഡിങ് ചെയ്തിട്ട് യൂണിവേഴ്സൽ ക്ലാമ്പ് ഇടുന്നതൊക്കെയാണ് നമ്മൾ ഈ വർക്കിൽ ടെക്നിക്കൽ വീഡിയോസാണ്. അപ്പോൾ ടെക്നീഷ്യന്മാർ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. നമ്മൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തിരുത്തി തരുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്ന വർക്കിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി തരണം. കാരണം മാർക്കറ്റിൽ നമ്മളൊക്കെ ഒരുപാട് താഴെ തട്ടിൽ കിടക്കുന്ന ആൾക്കാരാണ്. നമ്മളെക്കാട്ടിയും കൂടുതൽ അറിവും എക്സ്പീരിയൻസുള്ള ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഞങ്ങളിൽ എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞു തരണം, ഞങ്ങൾക്ക് തിരുത്തി തരണം. അതുപോലെ ഈ ഒരു മേഖലയിലേക്ക് വരാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇതൊരു ഉപകാരമാവുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു നല്ല കാര്യമാണല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഒരു ഇങ്ങനെയുള്ള ടെക്നോളജി പുതിയ പുതിയ പൈപ്പുകളൊക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മളെ പല കമ്പനിക്കാരും നമ്മളെ ഇത് പരിചയപ്പെടുത്തി തരാറുണ്ട്. പക്ഷേ അപ്പോൾ നമ്മളതിനെ അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള മേഖലയിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരും. നമ്മൾ ഇന്നും PVC അങ്ങനെയുള്ള ആ ഒരു കാറ്റഗറി സാധനങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡൊമസ്റ്റിക് മാത്രം അല്ല ഇൻഡസ്ട്രിയിലേക്കും വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പുതിയ ടെക്നോളജി സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കയറി വരാം. അതുപോലെ തന്നെ പ്ലംബിംഗ് മേഖല കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് പല കാറ്റഗറി ആയിട്ട് നമുക്ക് വർക്കിനെ കൊണ്ടുപോകാനും പല സാഹചര്യത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യാൻ പ്രോത്സാഹനം തരികയാണ്. അപ്പോൾ ഇങ്ങനെ കംപ്രസർ ലൈന്, എയർലൈന്, അതുപോലെ ചില്ലറ്, അതേപോലെ തന്നെ മറ്റുള്ള കമ്പനികൾക്ക്, മാനുഫാക്ചേഴ്സ് കമ്പനികൾക്ക് ഇതേപോലെ ഒരുപാട് പൈപ്പ് ലൈൻ ഉണ്ട്. അപ്പോൾ ചിലവർക്കൊന്നും അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു മേഖലയുണ്ട്, പ്ലംബേഴ്സിനാണ് ഇതിന് ചാൻസ് ഉള്ളത്. നമ്മൾ ഈ ചെയ്തൊരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനലിൽ ഇനിയും ഇതേപോലത്തെ ടെക്നിക്കൽ വീഡിയോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇനി ഇടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടെന്നുള്ളൊരു പ്രതീക്ഷയോടെ നമ്മളിനി ഓരോ സൈറ്റിൽ പോകുമ്പോഴും ഇതേപോലെ ടെക്നിക്കലായിട്ടുള്ള വെറൈറ്റി വീഡിയോസ് എടുത്ത് ഞങ്ങളിതേപോലെ യൂട്യൂബിൽ ഞങ്ങൾ ഈ ചാനൽ മുഖാന്തരം ഞങ്ങൾ ഇടാം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുക. അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഈ ചെയ്യുന്നത് യൂണിവേഴ്സൽ ക്ലാമ്പ് ഇട്ട് ഹാങ് ചെയ്തിട്ടാണ്. അപ്പോൾ പൈപ്പ് നമ്മൾ അടിച്ചത് ഇത് കംപ്രസറിൽ നിന്ന് എയർ റിസീവർ ടാങ്കിലേക്ക് വരുന്ന ലൈനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത പൈപ്പ് PPR PN20 എന്ന് പറയുന്ന ഒരു ഗേജുള്ള ഒരു പൈപ്പാണ്. നമ്മൾ മെഷീനിട്ട് PPR ഒട്ടിക്കുകയാണ്. എൽബോ ആദ്യം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു താഴെട്ടിട്ട്, പിന്നെ പൈപ്പ് മേലെ ഹാങ് ചെയ്ത് പിടിപ്പിച്ചിട്ട് ആ ഒരു എൽബ് പിന്നെ അതേപോലെ അപ്പുറത്തുനിന്ന് കംപ്രസറിൻ്റെ അവിടെ നിന്ന് വന്ന പൈപ്പും കൂടിയിട്ട് നമ്മൾ ഒട്ടിക്കുകയാണ് PPRൻ്റെ മെഷീൻ വെച്ചിട്ട്. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ചൂടായി കഴിഞ്ഞാൽ എടുക്കുക, നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. വേറെ കെമിക്കൽസ് അങ്ങനെയുള്ളതൊന്നും നമുക്ക് ആവശ്യമില്ല. മെഷീൻ്റെ ഹീറ്റ് വരുന്നത് 300 ഡിഗ്രി ആയിട്ടാണ്. 300 ഡിഗ്രി ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പൈപ്പ് തമ്മിൽ ഒട്ടിക്കുന്നത്. അവിടെ വെൽഡ് ചെയ്ത റോഡ് കുറച്ച് നീളം കൂടിയപ്പോൾ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ സപ്പോർട്ട് മൊത്തം നെറ്റിടാൻ ഭാഗത്തേക്ക് നമ്മൾ ഫയൽ ചെയ്ത് കളഞ്ഞ് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള വർക്കുകൾ എടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എല്ലാവിധ ടൂൾസുകളും നമ്മളെ കൈവശം ഉണ്ടായിരിക്കണം. മെയിനായിട്ട് PPR പൈപ്പിൻ്റെ മെഷീൻ നമ്മൾ തന്നെ വാങ്ങിക്കണം. പ്ലംബേഴ്സ് സാധാരണ പൈപ്പ് സപ്ലൈ ചെയ്ത കമ്പനിയോട് റിക്വസ്റ്റ് ചെയ്യാറൊക്കെ ഉണ്ട്, ഇങ്ങനെ മെഷീൻ വേണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതിനെക്കാട്ടും ബെറ്റർ നമ്മളൊരു മെഷീൻ വാങ്ങിച്ച് വെക്കുന്നതാണ്. നമുക്കിപ്പോൾ ഓരോ ടെക്നോളജിയിലേക്ക് മാറുമ്പോൾ നമ്മൾ ഓരോ ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചെടുത്തില്ലേ, അതേപോലെ പണ്ട് കാലത്ത് കുത്തിപ്പൊളിയും വെട്ടിപ്പൊളിയും കയ്യിലായിരുന്നു. ഇപ്പോൾ അത് മെഷീനറി ആയി. അപ്പോൾ നമ്മൾ മെഷീൻ വാങ്ങിച്ചു. അതേപോലെ തന്നെ കട്ടർ ഉപയോഗം തുടങ്ങിയപ്പോൾ എല്ലാവരും കട്ടറിലേക്ക് വന്നു, അതും നമ്മൾ വാങ്ങിച്ചെടുത്തു. അപ്പോൾ അവിടെ ഒന്നും നമ്മൾ ആരെടുത്തും റിക്വസ്റ്റ് ചെയ്യാനൊന്നും പോയില്ലല്ലോ, നമ്മൾ സ്വന്തമായി വാങ്ങിച്ചു. അപ്പോൾ അതേപോലെ തന്നെ PPR ഒട്ടിക്കുന്ന മെഷീൻ നമ്മൾ ഒരെണ്ണം സ്വന്തമായി വാങ്ങിച്ച് വെച്ചാൽ ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈന് ലേസർ കട്ടിങ്ങിൻ്റെ മെഷീൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ ലേസർ കട്ടിങ്ങിൻ്റെ മെഷീനിലേക്ക് നമ്മൾ എയർ ലൈൻ കൊണ്ടുവരാണ്. അപ്പോൾ നമ്മൾ കംപ്രസറിൽ നിന്ന് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല.
അപ്പോൾ നമ്മൾ കംപ്രസറിൽ നിന്ന് ഒരു ലൈൻ എടുത്ത് നേരെ റിസീവർ ടാങ്കിൽ കൊണ്ടുപോയി റിസീവർ ടാങ്കിൽ നിന്ന് അതിന് ഡ്രയറിലേക്ക് വിട്ടു. ഡ്രയറിൻ്റെ ഔട്ടിൽ നമ്മൾ 2 ഫിൽറ്റർ കൊടുക്കും, ലൈൻ ഫിൽറ്റർ. ആ ഫിൽറ്ററും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പോൾ കണ്ട ലേസർ പ്രിൻറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ലൈൻ എത്തിക്കുന്നത്. ഇപ്പോൾ ഇതാണ് റിസീവർ ടാങ്ക്. റിസീവർ ടാങ്ക് നമ്മൾ പൈപ്പ് ലൈൻ കണക്ട് ചെയ്യാനുള്ള യൂണിയനാണ് അവിടെ സെറ്റ് ചെയ്യുന്നത്. യൂണിയൻ സെറ്റ് ചെയ്ത് എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ഈ ഒരു ടാങ്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ യൂണിയൻ അയച്ചിട്ടുണ്ടെങ്കിൽ പൈപ്പ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് യൂണിയനാണ് നമ്മൾ കംപ്രസറിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്ത് അതേ യൂണിയനാണ് എവിടെയും കൊടുക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിയൻ മാത്രം റിമൂവ് ചെയ്താൽ മതി. നമുക്കവിടെ പൈപ്പ് കട്ട് ചെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ പുറത്തുനിന്നൊരു ടെക്നീഷ്യനെ വിളിക്കേണ്ട ആവശ്യമൊന്നും കസ്റ്റമേഴ്സിന് ഉണ്ടാവില്ല. വളരെ സിമ്പിളായിട്ട് അവരെ ഒരു സംഗതിയും മുടങ്ങാത്ത രീതിയിൽ വർക്ക് മുന്നോട്ട് പോയിക്കോളും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് യൂണിയനായിരിക്കും ഇങ്ങനെയുള്ള ഫിറ്റിങ്സിൻ്റെ മുകളിൽ നമ്മൾ പിടിപ്പിക്കേണ്ടത്. MTA പകരം യൂണിയൻ വെച്ച് കൊടുക്കുക. നമ്മൾ ഈ റിസീവർ ടാങ്കിന്മേൽ തന്നെ നമ്മൾ ഒരു എയർ ഗണ്ണ് വെച്ച് കൊടുത്തു. അവർക്ക് മെഷീനിൻ്റെ മുകളിൽ എന്തെങ്കിലും പൊടിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ക്ലീനിങ് പർപ്പസിന് വേണ്ടി വെച്ചതാണ്. അപ്പോൾ റിസീവർ ടാങ്കിൻ്റെ മുകളിൽ നമ്മളൊരു ലൈൻ ഒരു പോയിൻ്റ് അവിടെ നിന്ന് എടുത്ത് അവിടെ തന്നെ നമുക്ക് ഇതേപോലെ ഒരു ഗണ്ണാണ്. അത് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എയർ വരും. നമ്മൾ ഒരു എയർ ഗണ്ണെന്ന് പറയും. അപ്പോൾ അത് നമ്മളവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ക്ലീനിങ് പർപ്പസിനാണ് ആ സാധനം വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഡ്രയറിൻ്റെ മുകളിലേക്ക് PPR പൈപ്പ് കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ അവിടെ ഫ്ലാഞ്ച് ഉള്ളതുകൊണ്ട് നമുക്കവിടെ യൂണിയൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യം അതിന് ഫ്ലാഞ്ച് ടൈറ്റ് ചെയ്യണം. ഫ്ലാഞ്ച് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ MTA വെച്ച് ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ PPR പൈപ്പ് കൊണ്ടുവന്ന് കയറ്റുന്നത്. ഇതാണ് നമ്മൾ ഡ്രയറിൻ്റെ മുകളിൽ നമുക്ക് 2 കണക്ഷൻ കാണാം. ഈ ഡ്രയറിൽ നമുക്ക് റിസീവർ ടാങ്കിൽ നിന്ന് നമുക്ക് ഡ്രയറിനകത്തേക്ക് ഒരു കണക്ഷൻ ഇൻലെറ്റ് പോയി ആ എയറിനെ ഡ്രൈ ചെയ്ത് അതിലത്തെ വെള്ളം മൊത്തം ഡ്രയർ അടിച്ച് കളയും. എന്നിട്ട് അതിൽ നിന്ന് ഫിൽറ്ററിൽ കൊടുത്തിട്ട് ഫിൽറ്റർ മുഖാന്തരമാണ് നമ്മളെ യൂണിറ്റിലേക്ക് കൊടുക്കുക. പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് നമുക്ക് ഫിൽറ്റർ ചെയ്ത ലൈനാണ് നമുക്ക് കൊണ്ടുപോകുന്നത്. PPR പൈപ്പ് ഒട്ടിക്കാൻ സിമ്പിളാട്ടോ, ഒരാൾ തന്നെ മതി. ഇപ്പോൾ നമ്മൾ മെഷീൻ്റെ സ്റ്റാൻഡ് കൊണ്ടുവന്നിട്ടില്ല, അത് കാരണം നമ്മൾ കാലിൽ ഇങ്ങനെ ചവിട്ടി പിടിച്ച് ജസ്റ്റ് പൈപ്പിൻ്റെ ഔട്ടർ ലെയറും ഫിറ്റിങ്സിൻ്റെ ഇന്നർ ലെയറും നമ്മൾ ഡെയിലി അതേപോലെ ഉണ്ടാവും. നമുക്ക് കൊടുത്തത് ജസ്റ്റ് ഒട്ടിച്ചാൽ മതി. ഒരാളെ ആവശ്യമില്ല ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒട്ടിക്കണം വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ലൈനിൽ നിർത്തി ഒട്ടിക്കുമ്പോൾ ഒക്കെയാണ് മെഷീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരിക. ശരിക്കും പീസ് ഒട്ടിച്ച് പോകുമ്പോൾ അങ്ങനത്തെ ഒരു ടെൻഷനൊന്നും ഇല്ലാത്ത പണിയാണ്. ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഫീൽ ചെയ്യും. പിന്നീട് നമുക്ക് PPR പൈപ്പ് കട്ടർ വരുന്നുണ്ട്. മെഷർമെൻ്റ് കറക്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ PPR പൈപ്പ് കട്ടർ വെച്ചിട്ട് തന്നെ നമ്മൾ പൈപ്പ് കട്ട് ചെയ്യാൻ നോക്കണം.
റിസീവർ ടാങ്കും ഡ്രയറിലേക്കുള്ള കണക്ഷനൊക്കെ ഏകദേശം കൊടുത്ത് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഈ റിസീവർ ടാങ്കിൻ്റെ താഴത്ത് നമുക്ക് ഡ്രെയിൻ ഔട്ട് ഉണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എയറിൽ വരുന്ന വെള്ളം നമുക്ക് ഈ ടാങ്കിൻ്റെ താഴത്ത് വന്ന് നിൽക്കും. അപ്പോൾ ആ ടാങ്കിൽ നമുക്ക് ഉള്ള വെള്ളത്തെ നമുക്ക് പുറത്ത് കളയണം. അപ്പോൾ നമ്മളൊരു ഓട്ടോ ഡ്രെയിൻ വാൾവ് വെച്ചിട്ട് അതുവഴിയാണ് നമുക്ക് പുറത്ത് കളയാൻ പറ്റില്ല. പിന്നെ മാനുവലായിട്ട് നമുക്കൊരു വാൾവ് വെച്ച് ചെയ്യാം, പക്ഷേ അതെല്ലാ ദിവസവും ചെയ്യാനൊരു ആൾ വേണം. അല്ലെങ്കിൽ വെള്ളം കയറി മെഷീനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അത് പണിയാവും. അപ്പോൾ ഓട്ടോമാറ്റിക് ഒരു ഓട്ടോ ഡ്രെയിൻ വാൾവ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര ടൈമാണ്, ഒരു 15 മിനിറ്റോ അരമണിക്കൂറോ നമ്മൾ സെറ്റ് ചെയ്തിട്ടാൽ ആ ടൈമിന് അത് കറക്റ്റ് അടിച്ച് പോയിക്കോളും വെള്ളം. അപ്പോൾ ഇതാണ് നമ്മളെ ഓട്ടോ ഡ്രെയിൻ വാൾവ് സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വിട്ടുകയാണ്. അപ്പോൾ അതിലോട്ട് ടീ ഇട്ടിട്ട് നമ്മൾ ഡ്രയറിൻ്റെ ഈ ഫിൽറ്ററിൽ നിന്നും ഡ്രയറിൽ നിന്നും നമുക്ക് ഡ്രെയിൻ ഉണ്ടാവും, വെള്ളം പുറത്ത് വിടുന്നുണ്ടല്ലോ, അതും നമ്മൾ ഈ ഒരു PU ട്യൂബ് വഴി PPRൽ കണക്ട് ചെയ്ത് നമ്മൾ പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം വർക്ക് പൈപ്പ് ലൈനും ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് കമ്മീഷൻ ചെയ്യാം. കംപ്രസർ ഓൺ ചെയ്യാം. MCB ഓൺ ആക്കിയിട്ടുണ്ട്. 3 ഫേസ് ആണ് ലൈന്. ഇനി നമ്മൾ ഈ ബട്ടണിൽ ഒരു 2 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ കംപ്രസർ ഓണായി. ഇനി നമ്മൾ ഇവിടുന്ന് എയർ പമ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പൈപ്പ് വഴിയാണ് നമ്മൾ റിസീവർ ടാങ്കിലേക്കാണ് ഫസ്റ്റ് എയർ വരിക. അപ്പോൾ അതിൻ്റെ ഗേജ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഗേജിൽ അറിയാൻ പറ്റും നമ്മൾ ഈ റിസീവർ ടാങ്കിൽ എത്ര എയർ വന്ന് നിറയുന്നു എന്നുള്ളതിൻ്റെ. അപ്പോൾ അത് ടൈറ്റായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വെച്ചുള്ള പ്രഷറിനനുസരിച്ചിട്ട് അത് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവും, കംപ്രസർ കട്ട് ഓഫ് ആയി പോകും. അപ്പോൾ നമ്മളെ പൈപ്പ് ലൈനിൽ വല്ല ലീക്ക് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കംപ്രസർ ഓൺ ചെയ്തിട്ട് കമ്മീഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു ടാങ്കിൻ്റെ മുകളിൽ സേഫ്റ്റി വാൾവ് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ കംപ്രസർ ഓൺ ചെയ്ത് ഫുൾ ടൈറ്റാക്കി നിർത്തിയിരിക്കുകയാണ് ടാങ്ക്. ഇപ്പോൾ ഗേജൊക്കെ ഫുൾ ടൈറ്റാണ്. നമ്മൾ എയർ ഇവിടെ തുറന്നറിയാം. ഇത് നമ്മൾ ലേസർ കട്ടിങ്ങിൻ്റെ മെഷീനിലേക്ക് പോയിട്ടുള്ള എയർലൈൻ്റെ കണക്ഷനാണ്. അവിടെ ഒരു റെഗുലേറ്റർ കൊടുത്തിട്ടാണ് നമ്മൾ ലേസർ പെയിൻറ്റിൻ്റെ അകത്തേക്ക് കൊടുത്തത്. ഡ്രയറിൻ്റെ ഗേജാണ് 2 സൈഡിലുണ്ടാവും. നമ്മൾ ഡ്രയറിനകത്തേക്ക് വരുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും ഉള്ള ഗേജ് കാണിക്കും. അതുപോലെ തന്നെ ഇവിടെ നൈട്രജൻ്റെ കുറ്റികളിരിക്കുന്നുണ്ട്. അത് നമ്മൾ ഹെവി ഷീറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് നൈട്രജനാണ് യൂസ് ചെയ്യുക, അപ്പോൾ എയർ മതിയാവില്ല. അപ്പോൾ ഇതാണ് നമ്മളെ ലേസർ കട്ടിങ് മെഷീൻ. ഇതിൽ നമ്മൾ ഈ എടുക്കുന്ന ഷീറ്റാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി കാണിച്ചിട്ട് നമ്മൾ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം. ഇപ്പോൾ മെഷീൻ ഓഫാണ്. ഇനി നമ്മളിവിടെ ടെക്നീഷ്യൻ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഓൺ ആകുന്ന സമയത്ത് ഈ ലൈറ്റ് റെഡ് മഴ നീല കത്തി. ഇനി പുള്ളി അവിടെ സെറ്റ് ചെയ്യുമ്പോൾ ലേസർ വരുന്നുണ്ടല്ലേ. അപ്പോൾ ഇനി ഈ ഷീറ്റ് അലൈൻമെൻറ്റ് കറക്റ്റാക്കിയിട്ട് ഒരു ലേസർ കട്ടിങ് കൂടി നമ്മൾ കാണിച്ചിട്ട് ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു പുതിയൊരു ടെക്നോളജി ആയിട്ട് നമ്മൾ അടുത്ത ഒരു സൈറ്റിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.